സംഭവം വണ്ടി വെറുക്കാൻ വരുമ്പോൾ ഇങ്ങനെ പുലിൻ്റെ ഒച്ച കേട്ട് ആദ്യം 2 പ്രാവശ്യം കേട്ട് അന്നേരം ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. പിന്നെ 3 പ്രാവശ്യം കേട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടി. ഇവര് ആ പുലി വല്ലാതെ ഒരു ഒച്ചയാക്കൂല, അതിൻ്റെ ഇണയിനെല്ലാം കാണാണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒച്ചയാക്കുന്നത് ആ ഒരു ഒച്ചയാണ്. പുലിഭീതിയിൽ കണ്ണൂർ ഉളിക്കൽ കോക്കാട്. കഴിഞ്ഞ ദിവസം ആട്ടിൻകുട്ടിയെ അജ്ഞാത ജീവി കൊന്നിട്ട് ദൃശ്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിവിടെ പറമ്പിൽ കശുവണ്ടി പിറക്കാൻ വന്ന ഒരു അമ്മച്ചിയാണ് ഈ പുലിയുടെ കരച്ചിൽ കേട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്പറെ വിളിച്ചു പറഞ്ഞു. മെമ്പർ വനപാലകരെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ വിളിച്ചു പറഞ്ഞു. വനപാലകർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു പരിശോധിക്കുന്ന ദൃശ്യങ്ങളിലേക്കൊന്ന് ചെല്ലാം. രാവിലെ കശുവണ്ടി ശേഖരിക്കാൻ പോയ ഒരു അമ്മച്ചിയാണ് ഇവിടെ പുലിയുടെ മൂളൽ കേട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നത്. അതനുസരിച്ച് ഞാൻ പഞ്ചായത്തിലും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം വന്ന് നോക്കി കാട് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം കാടാണ്. അപ്പോൾ ആ സ്ഥല ഉടമയോട് പറയുമ്പം അവർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കോ എന്നൊക്കെയാണ് പറയുന്നത്, കാട് തെളിച്ചോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഇപ്പം വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞങ്ങൾ എത്തിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. അണ്ടി പെറുക്കാൻ വന്നതാണ്. വയക്കൽ കഴിഞ്ഞിനൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അണ്ടി പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം 2 പ്രാവശ്യം ഒച്ച കേട്ടു. പിന്നെ 3 പ്രാവശ്യം കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പുലി തന്നെയാണ്. നമ്മൾ കാഴ്ച ബംഗ്ലാവിലെല്ലാം പോയിട്ട് ഒച്ച കേൾക്കലില്ല, പുലീൻ്റെ ഒച്ച. പന്നീൻ്റെ ഒച്ച നമ്മൾ കേൾക്കുന്നില്ല. പന്നിയല്ല, പുലി തന്നെ, സാധനം അത് തന്നെയാണ്. അതിൻ്റെ കരച്ചിലാണ് ഞാൻ കേട്ടത്. ഇന്ന് പുലി ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം പേടി. അതുകൊണ്ട് നമ്മൾ ഈ വീടിന് സൈഡിനുള്ള എല്ലാ കാടും അങ്ങ് അവരെ വീട്ടിൽ ബിജു കുന്നിൻ്റെ മേലെ നിൽക്കുന്ന അവരെ വീട്ടിൻ്റെ അങ്ങേക്ക് പോകുന്നവരെയുള്ള എല്ലാ കാടും വഴിയെല്ലാം തെളിച്ച് തന്നാൽ വളരെ ഉപകാരം. സ്ഥിരീകരിക്കാണ്ട പോയത്. അപ്പോൾ നാട്ടുകാർക്ക് ഭീതിയുണ്ട്, ആശങ്കയിലാണ്, പന്നിയാണെന്ന് പറയുന്നത്. അത് തെളിയാത്തിടത്തോളം കാലം ബുദ്ധിമുട്ടായിരിക്കും. ടാപ്പിംഗ് ആറടക്കം പണി മനക്കിടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. പിന്നെ കാട് തെളിക്കാതെ വയക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അവർ കിട്ടാതെ കൊണ്ടായിരിക്കാം പകുതി വല്ലം വയക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ആശങ്കയിലാണ് ജനങ്ങൾ. അതായത് ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അന്നേരം ഇതൊരു ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ കുറുക്കനെയൊക്കെ കണ്ടിട്ടുണ്ട്. നിറച്ചും കുറുക്കൻ്റെ ശല്യമാണ് ഈ മേഖലയിൽ. ഇപ്പം പന്നീൻ്റെ ഒച്ച കേട്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ശരിക്കും പറയാം നമ്മുടെ ജോലി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിനെന്തെങ്കിലും ഇന്ന് പുലീൻ്റെ ഒച്ച കേട്ടെന്നാ പറഞ്ഞത്, കണ്ടിട്ടില്ല, ഒച്ച കേട്ടു എന്ന്. പക്ഷേ എങ്കിൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് അത് തീരുമാനമായിട്ടില്ല, എന്താന്ന് കണ്ടിട്ടില്ലല്ലോ, സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കുട്ടികളടക്കം ഞങ്ങൾ ഇതിലെ നടക്കുന്നതാകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. കാട് വെട്ടിത്തെളിക്കാൻ നിർബന്ധമായിട്ടും പഞ്ചായത്ത് നോക്കിയിട്ട് അതിൻ്റെ വേണ്ട നടപടികൾ എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്നാന്ന് വെച്ചാൽ എല്ലാവരും കൂടി തീരുമാനം ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ.